അതെ, ഒരാളൊരു ഉപകാരം ചെയ്യാൻ നോക്കുമ്പം അയാളെ തള്ളി പറയരുത്. പറഞ്ഞു മനസ്സിലായത്? ഞാൻ എന്തോരം റിസ്ക് എടുത്ത ആ സുരേഷ് മോന്റെ ഓട്ടോറിക്ഷയിൽ ഇവിടെ കൊണ്ട് തരുന്നതെന്നറിയാവോ? എന്റെ ഓട്ടോറിക്ഷ കൂലി ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് എടുത്തോടുത്ത് കൊണ്ടിട്ടാണ്. എങ്കിൽ പിന്നെ താൻ എടുത്തെടുത്ത് കൊണ്ടിടോ. എടുത്തെടുത്ത് കൊണ്ടിടാൻ എനിക്ക് ഇത് തന്നെ പറഞ്ഞു. എനിക്ക് ഇത് തന്നെ പറഞ്ഞു. അപ്പച്ചാ, നമ്മുടെ ഒരു സാധനം പോയിട്ടില്ല. അങ്ങനെ ഒരു സാധനം പോയിട്ടില്ല. ഓ, അപ്പച്ചൻ നമ്മുടെ ഒരു സാധനം പോയിട്ടില്ല. അപ്പച്ചനും കൊള്ളാം, മരുമോളും കൊള്ളാം. നിങ്ങളുടെ ഒരു സാധനം പോയിട്ടില്ല. പോയിട്ടില്ല. ഒന്നും പോയിട്ടില്ല. ഇല്ല, ഒരു സാധനം പോയിട്ടില്ല. എടോ, ഒരു സാധനം പോയിട്ടില്ല. പിന്നെ ഇതാറ് ഈ സാധനം അങ്ങോട്ട് നോക്കിക്കേ. ഒരു സാധനം പോയിട്ടില്ലെന്ന്. ഇപ്പൊ സാധനം കാണുമ്പോ നിങ്ങൾ ഞെട്ടും. കണ്ടോ? ഇതെന്ത് വൃത്തിയായിട്ട സാധനമാണോ ഇത്? അല്ല, അത് പിന്നെ മോളെ, ഈ ആൻ്റപ്പൻ്റെ അപ്പൻ്റെ ഒന്നും സാധനം കളഞ്ഞു പോയി. ഞാനത് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ കൊടുത്തത്. പക്ഷെ അത് ഇത്രയും വൃത്തികെട്ട സാധനമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത്രയും വൃത്തികെട്ട സാധനമാണ് ഞാൻ റോഡിൽ കളഞ്ഞത്. മനസ്സിലായോ? അതെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുക എന്നെ നാറ്റിക്കാൻ. എടുക്കടാ, എടാ എടുക്കാൻ. നിനക്കൊന്നും വേണ്ടോ? ഞാൻ കൊന്നോളെ തന്നെ. ഇറങ്ങടാ, ഇറങ്ങാ, ഇറങ്ങടാ. പോവാനെ അവൻ വന്നിരിക്കുന്ന ഒരു പരോപകാരി. ഇതും കൊണ്ട് അങ്ങോട്ട് പോവോ? നമുക്ക് പോകണ്ടേ? എന്റെ ഓട്ടോ കൂലിങ് എന്ന് എന്റെ ഓട്ടോ കൂലിങ് കൊണ്ട് തരാൻ. അത് പിന്നെ ഏത് പിന്നെ? എടാ സുരേഷേ, ഇപ്പൊ അങ്ങോട്ട് ഇപ്പൊ ആൻ്റപ്പൻ നീയാണെന്ന് വിചാരിക്കും. അപ്പൊ നിന്റെ ഒരു സാധനം കളഞ്ഞു. അത് ഞാൻ ഈ ഓട്ടോറിക്ഷ നിന്നെ കൊണ്ട് തരുവാ. അപ്പൊ നീ എനിക്ക് ഓട്ടോ കൂലി ഒന്നില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യുന്നോ?